പ്രൊഫസർ ഷാലി, ഇവിടെ ഒരു ആരോപണങ്ങളുടെ ഒരു പെരുമഴയാണ് നടന്നത്. അതിന് 1 by 1 ആയിട്ട് പെട്ടെന്ന് മറുപടി പറഞ്ഞേക്കാം. മണിപ്പൂരിലെ കഴിഞ്ഞ 300 വർഷമായിട്ട് ട്രൈബൽസ് തമ്മിലടിക്കുകയാണ്. അവിടെ മതപരമായ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഇല്ല. അവിടെ ചൈനയുടെ ആയുധങ്ങളും കഞ്ചാവും പോപ്പിയും MDMA അടക്കമുള്ള നാർക്കോട്ടിക് മാഫിയ തമ്മിൽ തല്ലുകയാണ്. അത് സൈന്യം അവിടെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള പ്രതികളെ പിടിക്കുന്നുണ്ട്. കൂടുതൽ അഭ്യാസം കാണിക്കുന്നവരെ സൈന്യം വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അവിടെ പ്രധാനമന്ത്രി അല്ല പോകേണ്ടത്, സൈന്യമാണ് പോകേണ്ടത്, ആഭ്യന്തര മന്ത്രിയാണ് പോകേണ്ടത്. അവർ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മണിപ്പൂരിൽ ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ബൈബിളില് കഞ്ചാവ് കൃഷി ചെയ്യാനോ തമ്മിൽ തല്ലാനോ വാളെടുക്കുന്നവൻ വാളാലെന്നാണ്. ചൈനയുടെ AK-47 തോക്കുമായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് നേരെ വരാനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ ഏത് ക്രിസ്തീയ നാമധാരി ആയുധം എടുത്താലും ഇന്ത്യൻ സൈന്യത്തിന്റെ ഉണ്ടതില്ല. അതാണ് മണിപ്പൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇനി ക്യാൻ സ്വാമിയെ പള്ളിയിലച്ചനായിട്ടാണ് വാഴിച്ചത്. പക്ഷെ പുള്ളി നക്സലുകളുടെ കൂടെ ആയിരുന്നു. പോലീസ് പിടിച്ചു. 3 കോടതി ജാമ്യം നിഷേധിച്ചു. ചികിത്സ കൊടുക്കാൻ പറഞ്ഞു. 84 വയസ്സുണ്ടായിരുന്നു. പാർക്കിൻസൺസ് ആയിരുന്നു. മരിച്ചുപോയി. അല്ലാണ്ട് ആരുമില്ല. പിന്നെ എന്റെ പേരല്ല സ്റ്റാൻ സ്വാമിക്ക്. എന്റെ പേര് സ്റ്റാൻലി സെബാസ്റ്റ്യൻ ആണ്. സ്റ്റാൻ സ്വാമിയുടെ പേര് സ്റ്റനിസ്ലാവോസ് എന്നാണ്. അതായത് ആദ്യം മനസ്സിലാക്കുക. മാത്രമല്ല, അയാൾ എവിടെയൊക്കെ പള്ളി വിട്ടോ അവിടെ ഒരിടത്തും അയാൾ പള്ളിയിൽ ഇരുന്നിട്ടില്ല. കാട്ടി കയറുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് കാട്ടി കയറി നടക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഒന്നും ക്രിസ്ത്യാനിക്കില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. 2000 വർഷമായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. യൂദാസിന്റെ ആളല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇവരൊക്കെ ഈ കോൺഗ്രസ്സുകാരാകെ കണ്ടിരിക്കുന്നത് ഒരു തുപ്പൽ ബിരിയാണി കൊടുത്താൽ അതിന്റെ പുറകെ നടക്കുന്ന കേരള കോൺഗ്രസ്സുകാരെയാണ് കണ്ടിരിക്കുന്നത്. ആ കേരള കോൺഗ്രസ് അല്ല ഇപ്പോൾ ഉള്ളത്. തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി LDF-ലും UDF-ഉം ചേരുന്ന കേരള കോൺഗ്രസ് അല്ല ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനി. അവൻ ക്രിസംഖിയാണ്, അവൻ ദേശീയവാദിയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇടുന്ന തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന കേരള കോൺഗ്രസ്സുകാരല്ല ഇന്നത്തെ ക്രിസ്ത്യാനി. അവർ പഠിച്ച് കൃത്യമായിട്ട് ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന, ഈ ഭാരതത്തിനോടും ഹിന്ദുസ്ഥാനോടും ചേർന്ന് നിൽക്കുന്നവരാണ്. കാരണം 2000 വർഷമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങളെ ഇവിടെ നോക്കിയത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്, ഹിന്ദു രാജാക്കന്മാരാണ്. ഇപ്പൊ ഈ രാജ്യത്തെ ഞങ്ങളെ സംരക്ഷിക്കുന്നത് BJP ആണ്, ഭാരതമാതാവാണ്. കാരണം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ക്രിസ്ത്യാനിക്ക് എന്ത് പറ്റി? എന്തിയെ? കോൺഗ്രസിന്റെ ലീഗിന്റെ കൂടെ ആയിരുന്നു പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെയും ക്രിസ്ത്യാനി. എന്ത് പറ്റി? എങ്ങനെ അവർ ഇല്ലാണ്ടായി? ആരാണ് അവരെ കൊന്നു കളഞ്ഞത്? കോൺഗ്രസും ലീഗും കൂടെയാണ് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കിയത്. അറിയോ? കോൺഗ്രസും ലീഗും കൂടെയാണ് ഇല്ലാണ്ടാക്കിയത്. അതേ പ്ലാൻ തന്നെയാണ് കോൺഗ്രസും ലീഗും കൂടെ നടത്തുന്നത്. ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കാൻ, ഹിന്ദുവിന്റെ കൂടെ ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കാനുള്ള പ്ലാൻ തന്നെയാണ് അവന് പലരും കൊണ്ടിരിക്കും. അതുകൊണ്ട് സത്യം പറയുന്ന ക്രിസ്ത്യാനിയെ നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചു, യൂദാസാണ്, ആ നമ്പർ ഒന്നും വേണ്ട. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ മദ്രസയിലല്ല പഠിച്ചത്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയില്. അതാദ്യം മനസ്സിലായോ? അതുകൊണ്ട് മദ്രസ പഠിച്ചതിന്റെ മണപ്പൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. അതൊന്നും അംഗീകരിക്കത്തില്ല. ആ പേടിപ്പീരിന്റെ കാലമൊക്കെ പോയി. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരന്റെ പേടിപ്പീരൊക്കെ മടക്കി ഇന്ദിരാഭവനി വെച്ചോണ്ടാ മതി. ക്രിസ്ത്യാനിക്ക് ഇഷ്ടമുള്ളത് ക്രിസ്ത്യാനി പറയും. തടയാമെങ്കിൽ നിങ്ങളൊന്നും തടയാൻ. ഇവിടുത്തെ ദേശീയവാദികളായ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും. ലീഗിന്റെ സബ്കാസ്റ്റ് ഒന്നും അല്ല ഇവിടുത്തെ ക്രിസ്ത്യാനി. ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ സബ്കാസ്റ്റ് ഒന്നും അല്ല. കുറെ കേരള കോൺഗ്രസ്സുകാർ നിങ്ങൾ തുപ്പൽ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബില്ല് അവരോട് വാങ്ങിച്ചോളുക. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. അതുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിച്ചിരുത്താം, പേടിപ്പിച്ചിരുത്താം, വിരട്ടിയിരുത്താം. ഇതൊന്നും നടക്കില്ല. അത് നിങ്ങളുടെ വലിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് സതീശൻ, ഞങ്ങളുടെ പള്ളിയിൽ ഏത് സിനിമ കാണിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? വേറെ ജനജീവിയുടെ ഡിസ്കഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ ഞങ്ങളെയോ ഞങ്ങളുടെ മെത്രാന്മാരെയോ ക്രിസ്ത്യൻ സമുദായത്തെയോ ഒന്നും നിയന്ത്രിക്കാൻ പോരണ്ട. നിങ്ങൾ ജിഹാദി പാർട്ടിയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണെന്നും ജിഹാദി പാർട്ടിയാണെന്നും ഇന്ത്യ വിരുദ്ധനാണെന്നും അത് വഖഫാണെന്നും കൃത്യമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനി തിരിച്ചറിയുന്നു. ഞാനിത് പറയാൻ ഇവിടെ വന്നതല്ല. പക്ഷെ ക്രിസ്തീയ നാമം ഉപയോഗിച്ച് എനിക്കിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും മറുപടി പറയേണ്ടി വന്നത്. അതുകൊണ്ട് ആദ്യമൊന്നുമല്ല, ക്രിസ്ത്യാനി സത്യം പറയുമ്പോൾ അവനെ യൂദാസ് എന്നൊന്നും വിളിക്കണ്ട. യൂദാസിനെ എതിർത്താണ് 2000 വർഷം ഞങ്ങൾ ഇവിടെ ജീവിച്ചത്, ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരുടെ കൂടെ. അതുകൊണ്ട് വഖഫ് എന്താണെന്ന് കൃത്യമായിട്ട് ക്രിസ്ത്യാനി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ടക്കിയ കണ്ട് അതിലോട്ട് വീഴുന്നില്ല. നിങ്ങളുടെ ടക്കിയ കുറെ നിങ്ങൾ ഇറക്കിയതാ കോൺഗ്രസ്. അതുകൊണ്ട് ആ ടക്കിയെ പേടിപ്പീര് ഒന്നും വേണ്ട. അതുപോലെ വ്യക്തിപരമായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ എന്നെ ആക്ഷേപിച്ചാൽ തിരിച്ച് അതിലും ഫസ്റ്റ് സ്ഥാനം ഞാൻ തരും. കേരള കോൺഗ്രസ്സുകാരനല്ല ഞാൻ. ആദ്യം മനസ്സിലാക്കുക. എല്ലാ ഇവിടുത്തെ LDF UDF-കാരോടും കോൺഗ്രസ്സുകാരോടും പറയുകയാണ്, ക്രിസ്ത്യൻകൾ കേരള കോൺഗ്രസ്സുകാരല്ല. കേരള കോൺഗ്രസ്സുകാരെ കാണുന്ന പോലെ നിങ്ങൾ ഞങ്ങളെ കാണരുത്, അത് അബദ്ധമാകും. അത്രയും പറയുന്നു. ഓക്കെ. ശ്രീ RV ബാബു, നമുക്ക് മുനമ്പത്തേക്ക് തിരിച്ചു വരാം. ഇനിയിപ്പോൾ എന്ത് നമ്പറാണ് ഇനിയിപ്പോൾ ഇവർ ഇറക്കുക? എന്തായാലും വന്ന്
പറഞ്ഞു പോയല്ലോ. കഴിഞ്ഞ ദിവസവും വലിയ സമ്മേളനമായിരുന്നല്ലോ. അവിടെ ഹൈബി ഈഡനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും MLA-മാരൊക്കെ അവിടെ പോയി സമരം നടത്തുന്നവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചാണ്. അപ്പോഴും ആവർത്തിച്ചു ഇത് മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഇനിയിപ്പോൾ ഏത് നമ്പർ പിടിക്കാനാണ് സാധ്യത? അല്ല അനിൽ നമ്പ്യാരെ, ഈ വിഷയത്തിൽ നമുക്ക് ഇപ്പോൾ മുനമ്പം വിഷയം മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞാൽ മുനമ്പം വിഷയവും വഖഫ് വിഷയവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്, യാതൊരു സംശയമില്ലല്ലോ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വഖഫ് വിഷയം ഉന്നയിച്ചുകൊണ്ട് വഖഫ് വിഷയത്തിൻ്റെ അപകടം കേരളത്തിലെ ഇന്ത്യയിലെ പൊതുസമൂഹത്തിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ പരിപൂർണമായി വഞ്ചിക്കുകയാണ്, മുനമ്പത്തുകാരെ വഞ്ചിക്കുകയാണ്. ഇപ്പോൾ മുനമ്പത്തുകാരോട് കോൺഗ്രസ്സുകാർ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. മുനമ്പം വിഷയവും വഖഫ് വിഷയവും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പത്തുകാരെ പറ്റിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം പറ്റിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇത് കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളതാണ്, മതസമൂഹങ്ങളെ അവരുടെ കൂടെ നിർത്തി അവരെ വഞ്ചിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം CAA വന്നു. CAA വന്ന സമയത്ത് ഇതേ കോൺഗ്രസ് എന്താണ് ഇന്ത്യയിലുടനീളം പറഞ്ഞത്? ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കും, അവരുടെ പൗരത്വം റദ്ദാക്കപ്പെടും, അവർക്ക് ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഉപ്പാന്റെ രേഖകളുമായിട്ട് കാണിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ മുഴുവൻ വർഗീയവൽക്കരിച്ച് അവരിൽ വർഗീയ വിദ്വേഷമുണ്ടാക്കി ഹിന്ദുക്കളോട് അല്ലെങ്കിൽ ഈ നിയമം കൊണ്ടുവന്ന BJP-ക്കാർ അവരുടെ കടകളിൽ നിന്ന് പോലും മുസ്ലിം കടകളിൽ നിന്ന് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ CAA നിയമത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ഒരു നയാ പൈസയുടെ സാധനം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് പോയി. എന്താ സംഭവിച്ചത്? നാളിതുവരെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്, ഇന്ത്യൻ മുസ്ലിമിന് പൗരത്വം നഷ്ടപ്പെടും എന്ന സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ നിയമം ഇന്ത്യൻ മുസ്ലിമിന്റെ പൗരത്വം കളയാനായിരുന്നോ? പക്ഷേ കോൺഗ്രസ് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിച്ചു. അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് മണിപ്പൂരിന്റെ വിഷയത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മതസമൂഹങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, വർഗീയവൽക്കരിക്കുക, അവരെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുക. നിങ്ങളെ ഇത് ആക്രമിക്കാൻ തയ്യാറാക്കി നിർത്തിയിരിക്കും, നിങ്ങളെ ഇപ്പോൾ വിഴുങ്ങും, ന്യൂനപക്ഷങ്ങളെ വിഴുങ്ങാൻ നിൽക്കുകയാണ്, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനായിട്ട് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുക. ഇത് തന്നെ മണിപ്പൂരിനെ സംബന്ധിച്ച് മണിപ്പൂരിലെ എല്ലാവർക്കും അറിയാം, അവിടെ ക്രിസ്ത്യൻ ഹിന്ദു സംഘർഷമല്ല, അല്ലെങ്കിൽ സംഘപരിവാർ ക്രിസ്ത്യൻ സംഘർഷമല്ല ഉള്ളത്. അവിടെ ഉള്ളത് രണ്ട് ട്രൈബൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ്. ട്രൈബൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തിന് മണിപ്പൂരിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഇവിടെ നിയാസ് പറയുമ്പോൾ പ്രധാനമന്ത്രി പോയിട്ടില്ല. 96 ആരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്? 1.5 വർഷക്കാലം നീണ്ടു നിന്നല്ലോ. ഇന്ന് മരിച്ചതിനേക്കാൾ കൂടുതൽ എത്ര ഇരട്ടി ആളുകൾ 96 മണിപ്പൂരിൽ മരിച്ചു. അന്ന് നരസിംഹറാവു പോയോ മണിപ്പൂരിൽ? പോയില്ലല്ലോ. ഇവിടെ എത്രയോ വട്ടം അമിത്ഷാ മണിപ്പൂരിൽ പോയി, ആഭ്യന്തരമന്ത്രി മണിപ്പൂരിൽ പോയി. അവിടെ പോയി ഇവര് പോയിട്ട് എന്ത് കാണിക്കാനാ? അവിടെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കേണ്ടത് പോലീസും പട്ടാളവും അവിടെ ആളുകളുമാണ്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ സമാധാനം കൊണ്ടുവരാൻ പരിശ്രമിക്കുക എന്നുള്ളത്, അവരെ ഉപയോഗിച്ച് സമാധാനം കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അവിടെ സർക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടുത്തെ വിഷയം മതവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വളരെ വ്യക്തമാണ്. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ഭാഗത്തും ക്രിസ്ത്യാനികളുണ്ട്, 2 ഭാഗത്തും ഹിന്ദുക്കളുണ്ട്. ഇതിനെയൊക്കെ മതമാക്കി ചിത്രീകരിച്ച് ഈ നേരത്തെ പറഞ്ഞില്ലേ, ആട്ടിൻ പറ്റങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ ആ ശൃഗാല, അല്ലെങ്കിൽ ആ ഒരു ഇറ്റിറ്റ് വീഴുന്ന ചോര ഇറ്റിറ്റ് കുടിക്കുന്ന ചെന്നായിയുടെ മനോഭാവം, ആ മനോഭാവം കോൺഗ്രസ് എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ നിയാസ് പറഞ്ഞില്ലേ, നിയാസ് വിഭജനത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് നിയാസ് പറഞ്ഞത് എന്താ? ഹിന്ദു മഹാസഭ, ജനസംഘമൊക്കെ 950 ശേഷം ഉണ്ടായ പാർട്ടിയാണ്. നിയാസ് അത് തെറ്റിദ്ധരിച്ച് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിയാസിനെ ആക്ഷേപിക്കുന്നില്ല, അതൊരു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷേ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ അതേപോലുള്ള സംഘടന എന്ത് ചെയ്തു? ഹിന്ദു മഹാസഭ എന്ത് ആക്ഷനാണ് എടുത്തത്? ഇവിടെ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ പ്രഖ്യാപിച്ചു. അറിയാമോ മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞോ? ലീഗിനെ കുറിച്ച് ഈ പറഞ്ഞ കൂട്ടത്തിൽ നിയാസ് ഒരു അക്ഷരം പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ലീഗ് എന്ത് ചെയ്തു? ഇന്ത്യയിലെ ചോരപ്പുഴ ഒഴുക്കിയതിനെ സംബന്ധിച്ച് വല്ലതും പറഞ്ഞോ? മഹാത്മാഗാന്ധിജി നവഖാലിയിലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഡൽഹിയിലായിരുന്നില്ലല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി നവഖാലി പോയത്?
നവകാലിയില് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടക്കൊലകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അമ്മ പെങ്ങന്മാരെ ബലാത്സംഗം ചെയ്യാൻ നേതൃത്വം കൊടുത്ത ലീഗിന്റെ ഗുണ്ടാപ്പടകൾ, ആ കാര്യമൊക്കെ മറച്ചു വെച്ച് ലീഗിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഇത് കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയാ. ഇപ്പൊ അവര് ലീഗ് വിഭജനത്തിന്റെ വിഷയത്തിൽ ലീഗിനെ വെള്ളപൂശിയെടുക്കും. എന്നിട്ട് അത് സംഘപരിവാറാണ്, ഹിന്ദു മഹാസഭയാണ്. ഹിന്ദു മഹാസഭയുടെ ഔദ്യോഗികമായി അവര് ഈ വിഭജനത്തിന് വേണ്ടി നടത്തിയ ഒരു പരിപാടിയുടെ കാര്യം പറയാമോ? ഒരൊറ്റ കാര്യം, വിഭജനത്തിന് വേണ്ടി ഹിന്ദു മഹാസഭ ഇന്ന സമരം നടത്തി, ഇന്ന പ്രക്ഷോഭം നടത്തി, രാജ്യം വെട്ടിമുറിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു മഹാസഭ ഇന്നത് ചെയ്തു. ചരിത്രത്തിൽ നിന്ന് ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ നിയാസിനെ വെല്ലുവിളിക്കുക. ഡയറക്റ്റ് ആക്ഷൻ പോലെ, അതല്ലെങ്കിൽ ലാഹോർ പ്രമേയം പാസാക്കിയ പോലെ, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ലീഗ് രാജ്യം വെട്ടിമുറിക്കാൻ വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ നീണ്ട നിരയുണ്ട്. എന്ത് പറഞ്ഞിട്ടായിരുന്നു 1946 ഇടക്കാല തെരഞ്ഞെടുപ്പ് ലീഗ് നടത്തിയത്? പാകിസ്ഥാൻ വാദം. ഹിന്ദു മഹാസഭ അന്ന് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് രണ്ട് രാജ്യങ്ങൾ എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണോ? ഒരൊറ്റ ഉദാഹരണം, ഒരൊറ്റ ചരിത്രം പറഞ്ഞാൽ മതി എന്നോട്, എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ചരിത്രത്തിന്റെ രേഖകളൊന്നും ചൂണ്ടിക്കാണിച്ചാൽ മതി. എവിടെയും കാണാൻ സാധ്യമല്ല. പക്ഷേ ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പാകിസ്ഥാൻ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടാണ്. നിയാസെ, മലപ്പുറത്ത് ജയിച്ചത് ലീഗിന്റെ ആളാ, കോൺഗ്രസ് അല്ല. മലപ്പുറത്ത് ജയിച്ചത് 1946 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസ് അല്ല. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ച ലീഗാണ് ജയിച്ചത്. ആ ജയിച്ച ആള് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാകിസ്ഥാനിൽ പോയി ജയിച്ച് MLA ആയ, അന്ന് MLA അല്ലല്ലോ, അയാള് പാകിസ്ഥാനിൽ പോയി. അല്ല, വോട്ട് ചെയ്ത് ആരാണ് നിയാസെ? ലീഗിനെ ജയിപ്പിച്ചതാരാ? ഇവിടെ നിന്ന് പോകാതിരുന്നത്, ഇവിടെ നിന്ന് സ്വത്തും ലീഗിന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നു, മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഒരുപാട് ഭൂമി, ജന്മിമാർ, അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയാൽ അവിടെ പച്ചവെള്ളം കിട്ടുമോ? അതുകൊണ്ട് പോയില്ലെന്നേ ഉള്ളൂ. പക്ഷെ പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്ത് ലീഗിനെ ജയിപ്പിച്ച ആളുകൾ ആ ലീഗുകാരാണ്. എന്നിട്ട് നിയാസ് ഇവിടെ വന്ന് ചരിത്രം എന്നെ പഠിപ്പിക്കുകയാണോ? നിങ്ങൾക്ക് ഇപ്പൊ ടിപ്പു മഹാനാണ്, നിങ്ങൾക്ക് ഔറംഗസീബ് മഹാനാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ, അവരുടെ ക്ഷേത്രങ്ങളെ, അവരുടെ അമ്മ പെങ്ങന്മാരെയൊക്കെ നിഷ്കരണം വെട്ടി വീഴ്ത്തിയ ഔറംഗസീബിനെയും ടിപ്പുവിനെയും ബാബറിനെയും അക്ബറിനെയും അടക്കമുള്ള മുഗള രാജാക്കന്മാർ, മുഹമ്മദ് ഗോറിയെ പോലെ, മുഹമ്മദ് ഗസ്നിയെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് മഹാന്മാരാ. അങ്ങനെയുള്ള മത തീവ്രവാദികളെ വെള്ളപൂശി നിങ്ങൾ സംഘപരിവാറിനെ കുറ്റപ്പെടുത്തും. ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾ കുറെ തീവ്രവാദികളെ സന്തോഷിപ്പിച്ച്, കുറെ ഹമാസ് അനുകൂലികളെയും പോപ്പുലർ ഫണ്ട് അനുകൂലികളെയും അല്ലെങ്കിൽ ഹിസ്ബുള്ള അനുകൂലികളെയും ISS അനുകൂലികളെയും ഒക്കെ സന്തോഷിപ്പിച്ച് വീണ്ടും വീണ്ടും ജയിച്ചു കയറാം എന്നാണ്. നിയാസെ, നിങ്ങൾ ഈ കളി ഇനി കളിച്ച് ഏറെ നാൾ കളിക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സംഭവം ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ ഉത്തർപ്രദേശില് കുന്ദർക്കി എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. നിയാസ് മറന്നുപോയോ? കുന്ദർക്കി എന്നുള്ള മണ്ഡലം 80% മുസ്ലിങ്ങൾ മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ്. 1,44,000 വോട്ടിനാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ മുസ്ലിങ്ങൾ ജയിപ്പിച്ചത്. 1,44,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുസ്ലിം കാൻഡിഡേറ്റ് ആയിട്ട് 8 പേരുണ്ടായിരുന്നു മുസ്ലിങ്ങളായിട്ട്. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് കഴിഞ്ഞ 30 വർഷമായിട്ട് സമാജ്വാദി പാർട്ടിയെ ജയിപ്പിച്ച ആ മണ്ഡലത്തില് സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് 25,000 വോട്ടാ. അപ്പൊ മുസ്ലിങ്ങൾ അടക്കം ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഈ കളി മുന്നോട്ട് പോകാൻ പോകുന്നില്ല. നിങ്ങൾ മഹാരാഷ്ട്രയിൽ ഇത് കളിക്കാൻ ശ്രമിച്ചു. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിച്ചു, വെറും 16 സീറ്റിൽ ഒതുക്കി. ഹരിയാനയിൽ നിങ്ങൾ ഈ കളി കളിക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ ദേശവിരുദ്ധത, നിങ്ങളുടെ രാഷ്ട്രവിരുദ്ധത, നിങ്ങളുടെ ഹിന്ദു വിരുദ്ധത ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും നിങ്ങൾ ഈ കളി ഏറെ കളിക്കാൻ നോക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ, അത് ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളിലെ ദേശസ്നേഹികളായിട്ടുള്ള ജനങ്ങളും, ഞങ്ങൾ മുസ്ലിം മതത്തെ ഒന്നടങ്ങൊന്നും എതിർക്കുന്നില്ല. മുസ്ലിങ്ങളിലെ ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന, തീവ്രവാദികളെ പിന്തുണച്ച് ആ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മുസ്ലിം സമുദായം ഇന്ന് യഥാർത്ഥ ദേശീയവാദികൾ, അവരെ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നിയാസെ. അതുകൊണ്ട് നിങ്ങളുടെ കളി വിജയിക്കാൻ പോകുന്നില്ല. ഓക്കെ, അഡ്വക്കേറ്റ് നിയാസ്, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം. ഇനി മുനമ്പൻ ജനതയെ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും?